വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുത്. ഇത് അമേരിക്കയ്ക്കുള്ള ഇറാന്റെ മുന്നറിയിപ്പ്. ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ടെഹ്റാൻ സ്ക്വയറിലെ ഒരു ഭീമൻ ബിൽ ബോർഡിലാണ്. ഞായറാഴ്ച ഇറാനിയൻ അധികൃതർ ഒരു പുതിയ ചുവർ ചിത്രം അനാച്ഛാദനം ചെയ്തിരുന്നു. US യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്ത് സൈനിക ആക്രമണം നടത്താൻ ശ്രമിക്കരുത് എന്ന് അമേരിക്കയ്ക്ക് നേരിട്ടുള്ള മുന്നറിയിപ്പാണിത്. കേടായതും പൊട്ടിത്തെറിക്കുന്നതുമായ യുദ്ധവിമാനങ്ങളുള്ള ഒരു വിമാനവാഹിനി കപ്പലിന്റെ ഒരു പക്ഷിയുടെ കാഴ്ചയാണ് ചിത്രം കാണിക്കുന്നത്. കപ്പലിന് പിന്നിലെ വെള്ളത്തിലേക്ക് നീങ്ങുന്ന മൃതദേഹങ്ങളും രക്തക്കറകളും ഡെക്കിൽ ചിതറിക്കിടക്കുന്നു. അത് അമേരിക്കൻ പതാകയുടെ വരകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ് സൂചിപ്പിക്കുന്നത്. ഒരു കോണിൽ ഒരു മുദ്രാവാക്യം ആലേഖനം ചെയ്തിട്ടുണ്ട്: നിങ്ങൾ കാറ്റ് വിതച്ചാൽ നിങ്ങൾ ചുഴലിക്കാറ്റ് കൊയ്യും. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും അതിനോടൊപ്പമുള്ള യുദ്ധക്കപ്പലുകളും ഈ മേഖലയിലേക്ക് നീങ്ങുമ്പോഴാണ് സ്ക്വയറിൽ ചുവർ ചിത്രം അനാച്ഛാദനം ചെയ്യുന്നത്. നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ കപ്പലുകൾ മാറ്റുകയുള്ളൂ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആ ദിശയിലേക്ക് പോകുന്ന ഒരു വലിയ കപ്പൽ കൂട്ടം ഞങ്ങളുടെ പക്കലുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ അത് ഉപയോഗിക്കേണ്ടി വരില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാന്റെ അസ്വസ്ഥത ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പാസ്പോർട്ടുകൾ തടഞ്ഞു വെക്കുന്നതിലും നിർബന്ധിത പരീക്ഷകളിലും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് JKSA വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തെഴുതിയിട്ടുണ്ട്. സംസ്ഥാനം ആഹ്വാനം ചെയ്യുന്ന ഒത്തുചേരലുകൾക്കായി സ്ക്വയർ ഉപയോഗിക്കുന്നു. ദേശീയ അവസരങ്ങൾക്കനുസരിച്ച് അധികാരികൾ അതിന്റെ ചുവർ ചിത്രം മാറ്റുന്നു. ശനിയാഴ്ച ഇറാന്റെ അർദ്ധ സൈനിക വിപ്ലവ ഗാർഡിന്റെ കമാൻഡർ തന്റെ സൈന്യം എക്കാലത്തെക്കാളും സുസജ്ജമാണ് എന്ന് ട്രിഗറിൽ വിരൽ ചൂണ്ടുന്നു എന്നും മുന്നറിയിപ്പ് നൽകി. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 10,000-കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് USഉം ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരുന്നു. സമാധാനപരമായ പ്രതിഷേധക്കാരെ ഇറാൻ കൊല്ലുന്നത് തുടരുകയോ കസ്റ്റഡിയിൽ എടുത്തവരെ കൂട്ടക്കൊല ചെയ്യുകയോ ചെയ്താൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ദിവസങ്ങളായി പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അറസ്റ്റിലായ 800ഓളം പ്രതിഷേധക്കാരുടെ വധശിക്ഷ ടെഹ്റാൻ നിർത്തിവെച്ചതായി ട്രംപ് അടുത്തിടെ അവകാശപ്പെട്ടു. ഇറാന്റെ ഉന്നത പ്രോസിക്യൂട്ടർ ഈ അവകാശവാദത്തെ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് വിളിച്ചത്. എന്നാൽ ഏതൊരു സൈനിക നടപടിയും കഴിഞ്ഞ ജൂണിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നടന്ന US ആക്രമണങ്ങളെ തോന്നിപ്പിക്കും എന്ന് വ്യാഴാഴ്ച പ്രസ്താവിച്ച ട്രംപ് തന്റെ ഓപ്ഷനുകൾ തുറന്നിടുകയാണ് എന്നും സൂചിപ്പിച്ചു. US സെൻട്രൽ കമാൻഡ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് തങ്ങളുടെ വ്യോമസേനയുടെ F-15E സ്ട്രൈക്ക് ഈഗിൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സാന്നിധ്യമുണ്ട് എന്നാണ്. ഈ യുദ്ധവിമാനം യുദ്ധസന്നദ്ധ വർദ്ധിപ്പിക്കുകയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവിച്ചു. അതുപോലെ ഖത്തറിൽ പ്രതിരോധ ശേഷിയിൽ തങ്ങളുടെ ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചതായും UK പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇറാനിയൻ കറൻസിയെ റിയാലിന്റെ മൂല്യത്തകർച്ചയെ തുടർന്ന് ഡിസംബർ 28-ന് ഇറാനിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ പെട്ടെന്നാണ് രാജ്യമെമ്പാടും വ്യാപിച്ചത്. എതിർപ്പുകളെ വെച്ചുപൊറുപ്പിക്കാത്ത ഇറാന്റെ ദിവ്യാധിപത്യ ഭരണകൂടം അവരെ അക്രമാസക്തമായ അടിച്ചമർത്തലിലൂടെ നേരിട്ടു. 2 ആഴ്ചയിലേറെ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിട്ടും വിവരങ്ങൾ പുറത്തേക്ക് ഒഴുകിയെത്തുന്നതിനാൽ പ്രകടനങ്ങൾ അവസാനിച്ചതിനു ശേഷം ആക്ടിവിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്ത മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് മരണസംഖ്യ 5848 ആയി. ഈ സംഖ്യ ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. 41,280-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായും പറയുന്നു. മുൻകാല കലാപങ്ങളിൽ ഗ്രൂപ്പിന്റെ കണക്കുകൾ കൃത്യമാണ്. മരണങ്ങൾ സ്ഥിരീകരിക്കാൻ ഇറാനിലെ ആക്ടിവിസ്റ്റുകളുടെ ഒരു ശൃംഖലയെ ആശ്രയിക്കുന്നുണ്ട്. ആ മരണസംഖ്യ പതിറ്റാണ്ടുകളായി അവിടെ നടന്ന മറ്റേതൊരു പ്രതിഷേധ റൌണ്ടിനേക്കാളും അശാന്തിയേക്കാളും കൂടുതലാണെന്നാണ് വിലയിരുത്തൽ. ഇത് ഇറാന്റെ 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തെ ചുറ്റിപ്പറ്റിയുള്ള അരാജകത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. മരണസംഖ്യ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ അസോസിയേറ്റഡ് പ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇറാൻ സർക്കാർ മരണസംഖ്യ 3117 ആയി കുറച്ചു. 2427 പേർ സാധാരണക്കാരും സുരക്ഷാ സേനയുമാണ് എന്ന് പ്രസ്താവിച്ചു. ബാക്കിയുള്ളവർ തീവ്രവാദികളെന്നാണ് മുദ്രകുത്തിയത്. മുൻകാലങ്ങളിൽ ഇറാന്റെ മതാധിപത്യം അശാന്തി മൂലമുള്ള മരണങ്ങൾ എണ്ണത്തിൽ കുറവ് വരുത്തിയിരുന്നു, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മസ്.